നാട് വിട്ട അനുജനെ 45 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ചേട്ടൻ കൊല്ലത്തുനിന്നുള്ള സഹോദര സ്നേഹത്തിന്റെ കാഴ്ചയിലേക്കാണ്. 45 വർഷം മുമ്പ് നാടുവിട്ട അനുജൻ ബാബുവിനെ ചേർത്തുപിടിച്ച് 65-കാരനായ രാജൻ പറയുന്നത് കേട്ടപ്പോൾ അനാഥമന്ദിരം ജീവനക്കാരുടെ കണ്ണു നിറഞ്ഞു. അത്രയ്ക്ക് ഹൃദയസ്പർശിയായിരുന്നു ആ ജ്യേഷ്ഠന്റെ വാക്കുകൾ. നമ്മുടെ വീട്ടിലേക്ക് വാ, റെഡിയായിട്ട് വാ. ഇതാണ് നമ്മുടെ വീട് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് താമസം. അഞ്ചൽ ചണ്ണപ്പേട്ട പരമേശ്വരൻ നായരുടെയും ജാനമ്മയുടെയും 7 മക്കളിൽ രണ്ടാമനാണ് ബാബു. അമ്മ വഴക്കു പറഞ്ഞ സങ്കടത്തിൽ 15-ാം വയസ്സിലാണ് ബാബു വീട് വിട്ടിറങ്ങിയത്. പിന്നീട് തിരിച്ചു വന്നില്ല. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും അറിയാത്ത അവസ്ഥ. 45 വർഷത്തിനു ശേഷം മുതിർന്ന സഹോദരൻ രാജനെ തേടി കോഴിക്കോട് ആശാഭവനിൽ നിന്ന് ഒരു ഫോൺ കോൾ എത്തി. നാടുവിട്ടുപോയ അനുജൻ സുരക്ഷിതനായി ഇവിടെയുണ്ടെന്നായിരുന്നു ആ സന്ദേശം. പിറ്റേന്ന് തന്നെ ഏറ്റവും ഇളയ അനുജൻ സുരേഷിനെയും കൂട്ടി രാജൻ കോഴിക്കോട് വെള്ളിമാടുകുന്നിലുള്ള ആശാഭവനിലേക്ക് വണ്ടി കയറി. സേവൊക്കെ ചെയ്ത് മീശയൊക്കെ എടുത്താണ് ഞാൻ കുട്ടപ്പനാകുന്നത്. നേരെ വീട്ടിൽ കൊണ്ടുപോവാ. ആ സിവിലിൽ പോയി ഞങ്ങളൊരു എണ്ണത്തിന് രണ്ടുപേരും ആടിക്ക് ഇച്ചാകും. അങ്ങനെയാണ് കാരണം മേലെ ഇവിടെ വിട്ടു പോയത്. ഇറങ്ങാൻ നേരം രാജൻ അനുജനെയും കൂടെ കൂട്ടി. വർഷങ്ങളുടെ അകലം ആ സഹോദര സ്നേഹത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിച്ചിരുന്നില്ല. അപ്പോൾ നല്ലൊരു അനുഭവമാണ് സത്യത്തിൽ ഈ ഒരു ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടത് അല്ലേ? അതെ, നമ്മൾ സമൂഹത്തിൽ കാരണം ഇങ്ങനെയാവുമ്പോഴാണ് നമ്മൾ വാർത്തയാവുന്നുള്ളൂ അല്ലേ? അപ്പോൾ ആ വാർത്തയാവാനുള്ളൊരു കാരണം നമുക്കതിൽ വലിയ കൗതുകമുണ്ട്. പൊതുവെ ബന്ധങ്ങൾക്ക് കാലപ്പഴക്കത്തിനനുസരിച്ച് ബന്ധങ്ങൾ അതിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബന്ധത്തിന് ഇത്രയും പ്രാധാന്യം. എത്ര കാലം കഴിഞ്ഞിട്ടും ആ അനിയനെ തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷം തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആ ഒരു വലിയേട്ടനെ പോലെ അല്ലെ, ഒരു കുഞ്ഞനുജന് വാ ഇതാണ് നമ്മുടെ വീട് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകുന്നൊരു രംഗം. അതിൻ്റെ വീഡിയോ കൂടി കാണുമ്പോൾ അതിൻ്റെ തീവ്രത ഒന്നുകൂടി വേറെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്നേഹബന്ധവും രക്തബന്ധവും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ആ പരസ്പരമുള്ള ബന്ധം എന്ന് പറയുന്നത് അത് മുറിയാത്തതാണല്ലോ. മുറിയാത്ത ബന്ധങ്ങളാണ് ഈ രക്തബന്ധങ്ങൾ. അപ്പോൾ അത് എല്ലാ കാലത്തും അതിൻ്റെ നനവോടുകൂടി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, ഇതിപ്പോൾ അകന്നു പോയത് കൊണ്ടാണ് ഇവിടെ നമുക്കൊരു കൗതുകം തോന്നുന്നത്. അടുത്തുള്ള ഒരുപാട് ബന്ധങ്ങൾ നമുക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരോടൊക്കെ ഈ ഒരു ബന്ധത്തിലെ നനവ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് അതെ 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 അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ ഒരു പ്രായത്തിലും ഒക്കെ സഹോദരങ്ങളായിട്ട് ജീവിക്കുന്ന, തൊട്ടടുത്ത് പോലും ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അടുത്തിരുന്നിട്ടും കുറേ കാലമായി കാണാതിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചെറുപ്പത്തിൽ നമ്മുടെ മക്കൾ, പാരൻസ് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ മക്കൾ ചെറുപ്പത്തിൽ ഈ സിബ്ലിങ്സ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവുമല്ലോ പൊതുവേ. അപ്പോൾ അവിടെ പരസ്പരം റെസ്പെക്റ്റ് കൊടുക്കാനും അവരെ സ്നേഹിപ്പിക്കാനും, അവർ സ്വന്തമായിട്ട് സ്നേഹിച്ചോട്ടെ എന്നുള്ളതല്ല, അവരെ പരസ്പരം സ്നേഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അവർക്ക് തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് കുഞ്ഞുനാളിൽ കിട്ടിയതിൻ്റെ ആ നനവ് അവിടെ ബാക്കിയുണ്ടാവും. അതൊരിക്കൽ പിന്നെ അതിലേക്കുള്ളൊരു മടക്കാണ് എപ്പോഴും ഓർമ്മയിലുണ്ടാവുക. അതുകൊണ്ടാണ് കുറേ കാലം കഴിയുമ്പോഴും അതല്ലാതെ കേവലം ഒരു രക്തബന്ധം എന്നതാണെങ്കിൽ പല ആളുകളിലും അതുണ്ടാവണമായിരുന്നു. അപ്പോൾ ഒരു ഉമ്മ രക്ഷാകർതൃത്വം എന്ന് പറയുന്നതിൽ ഒരു കുട്ടീനെ നോക്കുക എന്നുള്ളത് മാത്രമല്ല, ഓരോ കുട്ടികളെയും പരസ്പരം ഇണക്കി ചേർക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി പാരൻസിനുണ്ട്. തീർച്ചയായിട്ടും. അതല്ലെങ്കിൽ എന്ന് വെച്ചാൽ മക്കൾ കുറേ കാലം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ അടി കൂടുന്നത് കണ്ട് വേദനിക്കേണ്ട അവസ്ഥ വരികയാണ്. സ്വത്തിനു വേണ്ടി മറ്റൊക്കെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു വാർത്ത നമുക്ക് വല്ലാത്തൊരു കൗതുകവും അതുപോലെ മനസ്സിന് എന്തോ ഒരു സുഖം തോന്നുന്ന വാർത്തയായിട്ട് മാറുന്നത്. മാത്രമല്ല എനിക്ക് തോന്നിയത് ഇപ്പോൾ ഈ അനാഥമന്ദിരത്തിൽ നിന്നാണ് ഈ ആളുകളെ ഈ വ്യക്തിയെ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ഇനിയും ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്കൊക്കെ ഇതുപോലെ ആരൊക്കെയോ ഉണ്ട്. ആരുമില്ലാത്തവർ വളരെ അത്യപൂർവമായിരിക്കും. ആരൊക്കെയോ ഉള്ള മനുഷ്യർ തന്നെയാണ് ഈ അനാഥ മന്ദിരങ്ങളിലും അഗതി മന്ദിരങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ബാക്കിയുള്ളവരൊക്കെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി സ്വന്തം വീട്ടിലേക്ക് ആനയിച്ചിരുന്നെങ്കിൽ അല്ലേ, അവർക്ക് എത്ര സന്തോഷമാകുമായിരുന്നു. തീർച്ചയായും. അല്ല, എന്തുകൊണ്ടായിരിക്കും ഷിമിൽ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും മനുഷ്യനിങ്ങനെ ഇത്രയും നല്ല ആ ഒരു ബന്ധത്തിൽ പഴയകാലമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെയും ഈ ഒരു അത്തരം സഹോദരങ്ങളിലേക്കോ അതുപോലെ തന്നെ മാതാപിതാ ബന്ധങ്ങളിലേക്കോ തിരിച്ച് പോകുന്നിടത്തുള്ളൊരു തടസ്സം അവൻ്റെ സ്വാർത്ഥതയായിരിക്കുമല്ലോ. പിന്നീട് അവന് കിട്ടിയിട്ടുള്ള സുഖങ്ങൾ നഷ്ടപ്പെടും അവരെ തിരിച്ചെടുക്കുമ്പോൾ. പ്രായമായ മനുഷ്യരായിരിക്കും അവർ വരുമ്പോൾ നമ്മുടെ സുഖങ്ങൾ എന്തൊക്കെയോ നഷ്ടപ്പെടും എന്നുള്ള. അപ്പം ആ സ്വാർത്ഥതയുടെ വലയത്തിൽ നിന്നും പുറത്ത് കിടക്കുന്നൊരു മനുഷ്യന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
ഇത്തരം ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. മറ്റേ അയാൾക്ക് അയാളുടെ കുടുംബം അയാൾ ഇതുവരെ പോകുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്, അതെ, അത് പോവുകയാണല്ലോ ഒരുത്തനെ കൂടി ഇങ്ങോട്ട് കൂട്ടി വരുമ്പോൾ. ആ സ്വാർത്ഥതയുടെ വലയെന്നുള്ളത് ഞാൻ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ പരലോക വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് പറയാം അല്ലേ. അതെ അതെ അവിടെയാണല്ലോ സ്വാർത്ഥതയ്ക്ക് അപ്പുറത്തുള്ളൊരു പ്രസക്തി. Yes. ഈ ലോകത്ത് മാത്രം ഒരു ജീവിതം, ഇവിടെ എൻ്റെ സുഖം, സൗകര്യം, ആഹ്ലാദം, ആഘോഷം എന്ന് മാത്രമാണെങ്കിൽ ഇതിന് പ്രസക്തി ഇല്ലല്ലോ. നേരെ മറിച്ച് പരലോകത്ത് ഇതിനൊക്കെ പ്രതിഫലമുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ പരിപാലിക്കുന്നതിൽ, മക്കളായാലും സഹോദരങ്ങളായാലും ഉപ്പയായാലും ഉമ്മയായാലും അവരൊക്കെ നോക്കുന്നതിൽ, പ്രത്യേകിച്ച് അവർക്കൊക്കെ പ്രായമാകുന്ന സന്ദർഭങ്ങളിൽ അവരൊക്കെ പരിപാലിക്കുന്നതിൽ വളരെ വലിയ പ്രതിഫലമുണ്ട് എന്ന് ഒരു പരലോക വിശ്വാസമുള്ള ഒരു വ്യക്തിക്കല്ലേ അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. അതെ അതെ, അവിടെയാണ് ആ പ്രവർത്തനത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും അതിൻ്റെ എല്ലാ ജീവനും നിലനിൽക്കുന്ന ഇത്തരം വിശ്വാസത്തിലാണ്. അതെ, അല്ലെങ്കിൽ ഇവിടത്തോടു കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഒരു ആത്മീയമായ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജീവൻ ഈ ഇത്തരം സന്ദർഭങ്ങളിലൂടെയൊക്കെയാണ് നമുക്കതിനെ നിലനിർത്താൻ കഴിയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാം. തീർച്ചയായിട്ടും. പിന്നെ ഇതിൽ ഒരു പോയിന്റ് കൂടി തോന്നിയാൽ എന്താ അറിയോ, ഈ അനിയന് 15-15 വയസ്സിൽ നാട് വിട്ടതാണെന്നുള്ള ഈ ഒരു വാർത്തയിൽ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത് അന്നത്തെ ഒരു സാഹചര്യത്തിലായിരിക്കാം. പക്ഷേ ഇത് കേൾക്കുന്ന മക്കളുണ്ടാവുമല്ലോ, അവരോട് പറയാണ്, നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും സമയത്ത് തോന്നുന്ന ഒരു പ്രയാസത്തിൻ്റെ പേരിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു അല്ലേ ആ സമയത്തുള്ളൊരു ഈ നാട് വിടുന്ന ആളുകൾ പണ്ടൊക്കെ അതൊരു സ്ഥിരം പരിപാടി. എന്തെങ്കിലും കാരണം പണ്ട് പറഞ്ഞാൽ ഈ പരിഗണനയും അതുപോലെ തന്നെ അംഗീകാരങ്ങളൊക്കെ വളരെയധികം കുറയുകയും അവഗണന ലഭിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ ഈ നാട് വിടാൻ തോന്നുന്നത്. അപ്പോൾ നാട് വിട്ടണത്രേ, ഇവിടെ ഇല്ല, വേറെ എവിടെയോ ആണ്, ആന്ധ്രയിലാണ്, അവിടെ ജോലി എടുക്കുകയാണ്. പിന്നെ പോയോന് പിന്നെ തിരിച്ചു വരാനുള്ള ഒരു മാനസിക ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. പക്ഷെ ഇന്ന് പലപ്പോഴും അങ്ങനെ നാട് വിടുന്നത് ജീവിതത്തോടാണ് നാട് വിടുകയാണ്. കുട്ടികൾ എന്തെങ്കിലും ചെറിയൊരു വിഷമം അനുഭവിക്കുമ്പോഴേക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ. അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ എന്ത് ചെയ്യരുത്, അവരെ പെരുമാറുന്നിടത്തും അവരോട് സഹവസിക്കുന്നിടത്തൊക്കെ അവരെ ഉൾക്കൊണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടൊക്കെ മുന്നോട്ട് പോകാൻ കഴിയാം. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ചിന്ത എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. ഓക്കെ മാഷേ, ഇനി എന്താണ് നമുക്ക് ഇവിടെ മുന്നോട്ട് പോകല്ലേ? ഇതവിടെ ഒരു ഡോക്ടർ സ്മിത റഹ്മാൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. മിക്കപ്പോഴും മക്കൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം മാതാപിതാക്കൾ തന്നെയാണ്. പ്രായമാകുമ്പോൾ ഇങ്ങനെ വന്നേക്കും എന്നറിഞ്ഞ് അവർ ചെറുപ്പത്തിൽ മക്കളെ വളർത്താൻ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും. അതുപോലെ മൈമൂന, നമ്മൾ സ്ഥിരം ഒരു ശ്രോതാവ്, വല്ലാത്തൊരു അനുഭവം, രക്തബന്ധത്തിൻ്റെ വില, അതൊക്കെ ചുരുക്കം ചിലർക്ക് അതിനുള്ള മനസ്സുണ്ടാവും. അതുപോലെ സെഫിയ തിരുരങ്ങാടി, ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ചിന്തിക്കാൻ ധാരാളമുണ്ട്. രക്തബന്ധം എന്നും വളരെ വലിയ ബന്ധം തന്നെയാണ്. എത്രയോ കാലം കഴിഞ്ഞതിനു ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടി, അതാണ് സ്നേഹം. അതുപോലെ തന്നെ നസിയ അബ്ദുൽ കരീം എടക്കര, അവർ കണ്ണും മനസ്സും നിറക്കുന്ന ചിന്ത. മാഷാ അല്ലാഹ്. അങ്ങനെ ഒരുപാട് അൽഹംദുലില്ലാഹ്